നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. വിദേശത്ത് വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും വാടാനപ്പള്ളി പോലീസ് പിടികൂടി. കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് നടന്നു. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ലൈംഗിക അതിക്രമം കാണിച്ച കേസിൽ പ്രതിക്ക് 4 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മേത്തല എൽത്തുരത്ത് സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള വിനോദിനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് വി വിനീത ശിക്ഷ വിധിച്ചത്. 2024 മാർച്ച് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീടിനകത്ത് അതിക്രമിച്ചു കയറിയ പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സബ് ഇൻസ്പെക്ടർ സജിനി TM, GSI ഗോപകുമാർ എന്നിവർ ചേർന്നാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുലാൽ കേസ് ഹാജരായി. ലൈസൻസ് ഓഫീസർ ASI ഷീജ KT പ്രോസിക്യൂഷൻ നടപടികൾ ഏകീകരിച്ചു. വിദേശത്ത് വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും വാടാനപ്പള്ളി പോലീസ് പിടികൂടി. വിദേശത്ത് വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വാടാനപ്പള്ളി പോലീസ് പിടികൂടി. കോഴിക്കോട് പേരാമ്പ്ര കുറുക്കൻ കുന്നുമ്മൽ വീട്ടിൽ 42 വയസ്സുള്ള ആഷിഖിനെയാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ സുദർശനയുടെ ഭാഗമായാണ് നടപടി. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. 2025 സെപ്റ്റംബർ മാസത്തിൽ വിദേശത്ത് വെച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിനാണ് ആഷിഖിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർ വിനീത്, GSIമാരായ ഷാഫി, യൂസഫ്, അരുൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫിറോസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി എഴുന്നള്ളിപ്പുകൾ രാവിലെ 11 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 7 മുതൽ കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. ചൊവ്വാഴ്ച നടക്കുന്ന പള്ളിവേട്ടയോടെ ഉത്സവത്തിന് സമാപനമാകും. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി ചെറുക്കുന്നുമന വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീകോവിൽ സ്ഥാപിക്കാനുള്ള ഉത്തരത്തിന്റെ പൂജ നടന്നു. മേൽശാന്തി ശങ്കർ, കീഴ്ശാന്തി ദാമോദരൻ, എംബ്രാന്തിരി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നമസ്കാര മണ്ഡപത്തിലേക്ക് ആനയിച്ചു. 9 മണിയോടെ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ മുഖ്യ ആചാരി എളവള്ളി ശിവദാസിന്റെ നേതൃത്വത്തിൽ ഉത്തരം ഉയർത്തി സ്ഥാപിച്ചു. തുടർന്ന് സമർപ്പണ മണ്ഡപത്തിൽ ഗൃഹശാന്തി ഹോമം നടന്നു. ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് വാസ്തുപൂജ, ഭഗവതിക്ക് ഭഗവത് സേവ എന്നിവയും ഉണ്ടായി. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ, മാതൃവേദി പ്രസിഡന്റ് വിജയ പ്രഭാകരൻ, ഇൻഫർമേഷൻ ഓഫീസർ തുളസി മോഹനൻ, സമിതി അംഗങ്ങൾ, മാതൃവേദി പ്രവർത്തകർ, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശ്രീകോവിൽ, കൊടിമരം, നമസ്കാര മണ്ഡപം, ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ, നടപ്പുര, ചുറ്റമ്പലം, അമ്പലക്കുളം,
ദേവസ്വം ഓഫീസ്, ഊട്ടുപുര, ഗോപുരം, ചുറ്റുമതിൽ എന്നിവയാണ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നവീകരിക്കപ്പെടുന്നത്. 5 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായാണ് 1.5 കോടി രൂപ ചെലവാക്കി ശ്രീകോവിൽ പുതുക്കി പണിയുന്നത്. ഇരിങ്ങാലക്കുടയിൽ ബസ് കണ്ടക്ടറെ ആക്രമിച്ച് ബസിന്റെ ചില്ലുകൾ തകർത്തു. 2 പ്രതികൾ അറസ്റ്റിൽ. ചേലൂർ സെന്ററിന് സമീപം ബസ് കണ്ടക്ടറെ ആക്രമിക്കുകയും ബസിന്റെ ചില്ല് തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മനവലശ്ശേരി സ്വദേശി തോപ്പിൽ വീട്ടിൽ ഷാജു, ബീഹാർ സ്വദേശി സിക്കന്ദർ കുമാർ എന്ന് വിളിക്കുന്ന സുരേന്ദ്രബിൻ എന്നിവരെയാണ് പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനുവരി 30 രാവിലെ 8:55ഓടെയായിരുന്നു സംഭവം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുമംഗലി ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി അഷ്റഫിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ചേലൂർ സെന്ററിന് സമീപം ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പ്രതികൾ കണ്ടക്ടറെ അസഭ്യം പറയുകയും ബസിന്റെ ഡോറിൽ നിൽക്കുകയായിരുന്ന ഇയാളെ റോഡിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഇരുമ്പ് ദണ്ട് കൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ അഷ്റഫ് ഒഴിഞ്ഞു മാറിയതിനാൽ അടി ബസിന്റെ ക്വാർട്ടർ ഗ്ലാസിൽ കൊള്ളുകയായിരുന്നു. അക്രമത്തിൽ ബസിന്റെ ഗ്ലാസ് തകരുകയും ഏകദേശം 5000 രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വത്ത് നശിപ്പിക്കുന്നത് തടയുന്നതിനായുള്ള 2019 വകുപ്പുകൾ കൂടി ചേർത്താണ് കേസെടുത്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി, SI മാരായ EU സൗമ്യ, TD അനിൽ, DSI പ്രിജു, CPOമാരായ പ്രദീപ്, കിഷോർ, അഭിലാഷ്, സുജിത് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലും ഉണ്ടായിരുന്നത്. തളികുളം എറണാകുളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷവും പൊങ്കാല സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ പൊങ്കാല അടുപ്പിൽ തീ പകർന്നതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. മേൽശാന്തി ധനേഷ്, പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി EV സിമിത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് വിശുദ്ധ സെബാസ്റ്റ്യനോസ് സഹായതയുടെ 526-ാം അമ്പ് തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് പുല്ലഴി സെയിന്റ് ജോസഫ് ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്ക സഭ മാസിക ഡയറക്ടർ റഫറന്റ് ഫാദർ ബിൽജു വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി റഫറന്റ് ഫാദർ ജെൻസ് തട്ടിൽ സഹകാർമ്മികനായിരുന്നു. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളി വികാരി ഫാദർ ജെൻസ് തട്ടിൽ, കൈകാരന്മാരായ ജോൺ ANP, ജിജോ ജോസ്, ഡെൻസൺ ഫ്രാൻസിസ്, ജനറൽ കൺവീനർ ഷിച്ചോ പുത്തൂർ, ജോയിന്റ് കൺവീനർമാരായ ആന്റണി AA, ഡെൽഫി ജോയ്, ഇടവക PRO ജോസഫ് റാഫേൽ, വിവിധ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകി. കയ്പമംഗലം കമ്പനിക്കടവ് കുരുക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വരുണ പൂജയും മീനൂട്ടും നടത്തി. കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ ഞാറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കലേഷ്, ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ മാസം 8-നാണ് ക്ഷേത്രത്തിൽ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം നടക്കുക. അതിന് പകരം ജലാശയം ഉണ്ടാക്കും, കുളമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ജലാശയം കൃത്രിമത്തിലുണ്ടാക്കി ജീവനുള്ള ജന്തുക്കളെ, മത്സ്യം കൂർമ്മമാകുന്ന പിടിച്ചതിനകത്തിട്ടിട്ട്
അതിൽ ത്രിരാത്രി 3 രാത്രിയിൽ കുറയാതെ ആ വിഗ്രഹം വെള്ളത്തിൽ അധിവസിപ്പിക്കും. അവിടെ നിന്നാണ് വിഗ്രഹത്തിൻ്റെ ചൈതന്യം ആരംഭിക്കുന്നത്. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചെമ്മാലി ബിജു നാരായണൻ കുട്ടിശാന്തി, ക്ഷേത്രം മേൽശാന്തി സനു എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. തുടർന്ന് ചിന്തുപാട്ട് അരങ്ങേറി. ഇന്ന് രാത്രി 8-ന് കൈകൊട്ടിക്കളി, 9 മണിക്ക് ഗാനമേള, തിങ്കളാഴ്ച രാത്രി 8-ന് വിവിധ കലാപരിപാടികൾ, ഫെബ്രുവരി 3-ന് രാവിലെ 8:30 മുതൽ പാൽക്കാവടി ആഘോഷം, രാത്രി 8-ന് ചിന്തുപാട്ട്, രാത്രി 8:15 മുതൽ ഭസ്മക്കാവടി, ഫെബ്രുവരി 4-ന് രാവിലെ 9:30-ന് പ്രഭാത ശീവേലി, വൈകിട്ട് 3 കച്ചിവീരന്മാരെ അണിനിരത്തി പകൽപൂരം, വൈകിട്ട് 7-ന് ദീപാരാധന, തകിൽ മേളം, തുടർന്ന് വർണ്ണമഴ, രാത്രി 8:30-ന് തായമ്പക, രാത്രി 10 മണിക്ക് പള്ളിവേട്ട, തുടർന്ന് രാത്രി പൂരം, ഫെബ്രുവരി 5-ന് രാവിലെ 9-ന് ആറാട്ട്, തുടർന്ന് ആറാട്ടുകഞ്ഞി വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടത്തി. പെരിഞ്ഞനം ഈസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിൽ കൊച്ചിപ്പറമ്പത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ താളമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്രം ശാന്തി സലീൽ പാണാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. മാള മെലഡൂരിൽ പത്ര ഏജന്റിനെ വെട്ടിയ കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിൽ. വലിയ പറമ്പ് സ്വദേശി പനവടലി വീട്ടിൽ തപസ്സുവേലുവാണ് അറസ്റ്റിലായത്. ഡിവൈഎസ്പിമാരായ CM ഷാജു, VK രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം 24-ന് പുലർച്ചെയാണ് പത്രം ഏജന്റായ മെലഡൂർ സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വർഗീസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുവത്ര MES നഗർ പടിഞ്ഞാറ് തനിച്ച് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻകടപ്പുറം മരക്കാറകത്ത് 52 വയസ്സുള്ള ഹമീദിനെയാണ് മുഖംമൂടി ധരിച്ച സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തനിച്ച് താമസിക്കുന്ന ഹമീദ് ചോരയിൽ മുങ്ങി അയൽവാസിയെ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. നാട്ടുകാർ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴുത്തിലും കാലിലും മാരകമായി വെട്ടേറ്റ നിലയിലാണ്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി കുറാഞ്ചേരി പെട്രോൾ പമ്പിനു സമീപം ഇന്ധന ടാങ്കർ നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വന്നിരുന്ന ടാങ്കറാണ് രാത്രി 1:30-യോടെ കുറാഞ്ചേരി പെട്രോൾ പമ്പിനു സമീപം വളവിൽ നിന്ന് താഴത്തേക്ക് മറിഞ്ഞത്. 5000 ലിറ്റർ പെട്രോളും 9000 ലിറ്റർ ഡീസലുമാണ് ടാങ്കറിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടാങ്കറിൽ നിന്നുള്ള ഇന്ധനം മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റിയത്. അപകടത്തിൽ ടാങ്കറിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള കീഴടൂർ മംഗല തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ക്ഷേത്രത്തിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്നത്. മോഷണവുമായി ബന്ധപ്പെട്ട നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം പതിവായിട്ടുണ്ട്. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
ദേശീയപാത 66-ൽ പുതിയതായി നിർമ്മിക്കുന്ന കോട്ടപ്പുറം മൂത്തുകുന്നം പാലത്തിന്റെ സുരക്ഷയിൽ ആശങ്ക. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിലൊന്ന് താഴ്ന്നതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിലൊന്ന് താഴ്ന്നതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. വലിയ പണിക്കൻ തുരുത്തിൽ നിന്നും മൂത്തുകുന്നത്തിലേക്കുള്ള പാലത്തിന്റെ 2ാം തൂണിലാണ് അപാകത സംശയിക്കുന്നത്. നാട്ടുകാർ അപാകത ഉന്നയിച്ചതിനിടെ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചതും പിന്നീട് പാല നിർമ്മാണം നിർത്തിവെച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പാലത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ ഭീഷണിയുള്ളതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 2 പോക്സോ കേസുകളിലായി തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് മറ്റൊരു പോക്സോ കേസിൽ 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ മുത്തമ്മാവ് സ്വദേശി മാങ്ങാടി സജീവനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. പിഴയടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുണ്ടത്ത്, അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. മണപ്പുറം വയോജനക്ഷേമ സമിതി പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. സമിതിയുടെ 14ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള ഡോക്ടർ BR അംബേദ്കർ പുരസ്കാരം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് MLA സമ്മാനിച്ചു. മണപ്പുറം ക്ഷേമസമിതി അശരണരും നിലാരംഭരുമായ വയോജനങ്ങൾക്ക് നൽകുന്ന സേവന പ്രവർത്തികൾ മാതൃകാപരമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമിതി ചെയർമാൻ ലാൽ കച്ചിലം അധ്യക്ഷത വഹിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകൻ പ്രവാസി വ്യവസായിയുമായ ബിജു പുളിക്കൽ, മികച്ച അധ്യാപകരായ CK ബിജോയ് മാസ്റ്റർ, PS സൈനുദ്ദീൻ, മികച്ച വ്യവസായ സംരംഭകൻ സജീവ് കുന്നുങ്ങൽ, മികച്ച കർഷകൻ സജീവ് CB എന്നിവർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രം വിശപ്പും വിവേചനവും എന്ന പുസ്തകം നാട്യ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് മുഖ്യാധ്യായിരുന്ന കാനാടി കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതി സ്വാമികൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിക്ക് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. വിദേശത്ത് വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പാടാനപ്പള്ളി പോലീസ് പിടികൂടി. കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.